Hi friends, welcome to my YouTube channel. This is my first long video. So in this video, Diya Krishna inspired outfit designing look ആണ്. Vibrant yellow shade with same the shawl വരുന്ന ഒരു കുർത്തി ടോപ്പ് ആണിത്. സോ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ സ്റ്റിച്ചിങ്ങും ഡിസൈനിങ് ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് ഞാനൊരു ക്ലോത്തിങ് സ്റ്റോറിലാണ് പോയത്. അപ്പം ഏകദേശം എനിക്ക് ഷെയ്ഡ് മാച്ച് ആവുന്ന രീതിയിലുള്ള കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാനൊരു 3 മീറ്ററാണ് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ലൈനിങ് മെറ്റീരിയൽസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈനിങ്ങും ഏകദേശം ഒരു മാച്ചിങ് കളറായിട്ട് തന്നെ കിട്ടി. കാണുമ്പം നമുക്ക് തോന്നൂലെങ്കിലും വീട്ടിലെത്തിയപ്പോൾ ഏകദേശം തോന്നിയിട്ടുണ്ടായിരുന്നു. മാച്ച് ആണോ എന്നുള്ളതൊക്കെ ഞാൻ വെച്ച് നോക്കി. അപ്പം എനിക്ക് ഏകദേശം മാച്ചായിട്ട് തോന്നി. എനിക്ക് ആ ഒരു കളർ എന്താ അറിയില്ല ഇഷ്ടാവുകയും ചെയ്തു. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ ലൈനിങ് മെറ്റീരിയൽ ആയിട്ട് 1.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. മെയിൻ ക്ലോത്ത് ഞാനൊരു 3 മീറ്റർ എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ഷോളും കൂടി സെയിം ഷെയ്ഡ് ആയതുകൊണ്ട് ഷോൾ വിത്ത് ടോപ്പിനും കൂടി മാച്ച് ആയിട്ടാണ് ഞാൻ ആ ഒരു മെറ്റീരിയൽ അത്രയും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ടോപ്പാണ്. സോ ടോപ്പിന് വേണ്ട മെഷർമെന്റ്സ് ആണ് ഇതൊക്കെ. ഫുൾ ലെങ്ത്, ഷോൾഡർ, റിഗാള്, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, സ്ലിറ്റ്, പിന്നെ നെക്കിന്റെ ലെങ്ത്തും നെക്കിന്റെ റൗണ്ടും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി നമ്മൾ എടുക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഡ്രോയിങ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ട ലൈനിങ് ആണ്. ലൈനിങ് ഫോൾഡ് ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഭാഗത്തേക്ക് അത് എടുത്ത് വെക്കണം കട്ട് ചെയ്യുന്ന സമയം. ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഷോൾഡർ ആണ്. ഷോൾഡറിന് ശേഷം റിഗാളാണ്. റിഗാളിന് ശേഷം ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് സ്ലിറ്റ് ആണ്. ഇത് ഇൻടു ഇട്ടെടുത്തതിന് സ്ലിറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇത് ലൈനിങ് മെറ്റീരിയൽ ആണ്. ഫസ്റ്റ് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മെയിൻ പീസിലേക്ക് കട്ട് ചെയ്താൽ മതി. ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്. സോ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. നമ്മൾ റിഗാൾ ഇതാ ഇതുപോലെ ആയിരിക്കണം നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. കുറച്ച് കുഴിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കണം. സോ മെഷർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ പീസിലേക്ക് ഈ ഒരു സെയിം ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്ഫിറ്റിൽ സ്ലീവ്ലെസ് ആണ് വരുന്നത്. സോ സ്ലീവ്ലെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിന് കുറച്ച് തൊട്ട് മുകളിലേക്കായിട്ടാണ് ആ ഒരു റിഗാള് കട്ട് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തൊട്ട് മുകളിലേക്കായിട്ടാണ് ഞാനും കട്ട് ചെയ്തത്. ആ കുഴിച്ച് വെട്ടിയത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതുപോലെ നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. സോ മെയിൻ പീസ് കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ക്ലോത്തിൽ നിന്നാണ് ഞാൻ ഈ ഷോളിന്റെ മെറ്റീരിയലും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഞാൻ മെയിൻ പീസ് ആയിട്ട് യൂസ് ചെയ്തത് ഷിഫോണിന്റെ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഷിഫോൺ നമ്മൾ എപ്പോഴും ക്രേപ്പ് അല്ലെങ്കിൽ സാറ്റിൻ ആണ് എടുക്കുക. ക്രേപ്പാണ് കുറച്ചുകൂടെ നല്ലത്. സോ ഞാൻ ക്രേപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഹൈറ്റിന് മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ ഷോളിനുള്ള മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഷോളാണ് മീൻസ് എൻ്റെ 3 മീറ്ററിന് എനിക്ക് ടോപ്പിന്റെ കൂടെ ബാക്കി വന്ന ഷോളിന്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഷിഫോണിന്റെ ഷോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കയ്യിൽ ഒതുങ്ങി നിൽക്കില്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരുപാട് ഈ വീതി പറ്റില്ല. വീതി ആകുമ്പോൾ നമുക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് വീതി കുറച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. സോ ഫൈനലി നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് ഷോളാണ്, ഷോളിന്റെ മെറ്റീരിയൽ ആണ്. പിന്നെ ഇത് ലൈനിങ് മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ. അതേപോലെ തന്നെ മെയിൻ പീസ് ആണിത്. നമുക്ക് എല്ലാം ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ നെക്കാണിത്. നെക്ക് നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഒരു ഷുഗർ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ക്രോസ് പീസസും വേണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഉഷേന്റെ ഒരു മിഷനാണ്. ഇതാകുമ്പോൾ ഒരുപാട് സ്റ്റിച്ചസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻ. നെക്സ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു പേപ്പർ എടുക്കുക. ഒരു ന്യൂസ് പേപ്പറോ മറ്റോ എടുത്താൽ മതിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് വരച്ചെടുക്കാം. ഞാൻ 4 ഇഞ്ച് വിഡ്ത്തും 9.5 ഇഞ്ച് ലെങ്ത്തും ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിൽ ഞാൻ റൗണ്ട് ആയിട്ടാണ് ഞാൻ അത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ക്ലോത്തിലേക്ക് വെച്ചിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. അഥവാ അതിന് ജസ്റ്റ് നമ്മൾ വരച്ചതൊക്കെ തെറ്റിപ്പോയാലും ഇടയ്ക്കിടയ്ക്ക് നമുക്കത് വരച്ചു കൊടുക്കാൻ ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഏകദേശം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ പീസിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഒരു ചോക്കോ മറ്റോ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്ത് തുടങ്ങാം. ഇത് ഷിഫോണിന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പിടിച്ചാൽ അങ്ങനെ ഇത് കിട്ടാത്തൊരു ടൈപ്പ് ക്ലോത്ത് ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി കളിക്കും. അപ്പം അത് നല്ല രീതിയിൽ പിടിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാനിത് പിൻ ചെയ്ത് വെച്ചിട്ടില്ല. പിൻ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഈ ഒരു വർക്കിന്റെ ഡിസൈനിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഷുഗറിന്റെ ട്യൂബ്സും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ആണ് ഞാൻ മുഴുവനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ട്യൂബ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ മാച്ച് ആയിട്ട് കുറച്ചുകൂടെ ഒരു ക്ലോത്തിൽ എടുത്ത് കാണിക്കുന്ന ഒരു ട്യൂബ് എനിക്ക് ഇതായിട്ടാണ് തോന്നിയത്. സോ ഞാൻ ഇതാണ് സെലക്ട്. ചെറിയ ബീഡ്സും വലിയ ബീഡ്സും ഉണ്ടായിരുന്നു. സോ ഞാൻ വലിയ ബീഡ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇതുപോലെയാണ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഇതൊരു ക്ലോത്ത് നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ വെച്ചിട്ട് ചെയ്യാനും നമ്മുടെ വർക്ക് കുറച്ചുകൂടി ഈസി ആവുകയും ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ നീറ്റ്നെസ്സും കിട്ടും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഞാൻ കൊടുത്തത്. ഓൾറെഡി ആ ഒരു പിക്ചറിൽ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. പക്ഷെ അത് എങ്ങനെയാണ് എക്സാക്ട് ഡിസൈൻ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഏകദേശം ഒരു ഡിസൈൻ എന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്തതാണിത്. അപ്പൊ നിങ്ങൾക്കും ഏതെങ്കിലും രീതിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളും അറിയെങ്കിൽ അത് വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും.
ഞാൻ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ മൂടിയിലാണ് ഞാൻ ഈ അധികവും നമ്മൾ ഈ ബീഡ്സും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പം നമുക്ക് എടുക്കാനൊക്കെ നല്ല കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. സോ ഫൈനലി നമ്മുടെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ദേ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് ചെയ്തതെന്ന് വിചാരിക്കുന്നത്. ഞാൻ അതേപോലെ തന്നെ നടുവിൽ 2 ഡോട്ട്സ് ആയിട്ട് ഞാൻ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ വെച്ചത് ലൈനിങ് ആണ്. അതിൻ്റെ മുകളിൽ മെയിൻ പീസ് വിത്ത് അതിൻ്റെ നെക്കും കൂടി വെച്ചിട്ട് നമ്മളൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുക. ആ ഒരു നെക്കിൽ റൗണ്ടായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തിട്ട് മറിച്ചടിക്കണം. അത് മറിച്ചടിച്ചതിന് ശേഷം ബാക്ക് നെക്കും അതുപോലെ തന്നെ നമ്മുടെ വേണ്ട രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അതൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ 2 ഷോൾഡേഴ്സ് നമ്മൾ മെയിൻ പീസും ഫേസ് ടു ഫേസ് വെച്ചിട്ട് വിത്ത് ലൈനിങ് അതിൻ്റെ ഉള്ളിലൂടെ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ഷോൾഡേഴ്സും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഷോൾഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ നമ്മൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ പീസും അതുപോലെ തന്നെ ലൈനിങ്ങും കൂടി എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഒരു വലിയ സ്റ്റിച്ചിലൊന്ന് റൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് കയ്യിൽ കിട്ടൂല. കാരണം രണ്ടും വഴുതി പോകുന്ന ഒരു ക്ലോത്ത് ആണ്. അപ്പം എല്ലാ സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിങ് കുറച്ചുകൂടി ഈസി ആവും. അപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അപ്പം ഫസ്റ്റ് നമുക്ക് അവിടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ റിഗാർഡ് സൈഡൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. റിഗാർഡ് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ മെയിൻ പീസ് 2ആക്കി മടക്കി ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് മറച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ റിഗാർഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്യാനും സ്ലിറ്റ് അടിക്കാനും. സോ ഫൈനലി നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. സോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാം. സോ മീറ്റ് യു നെക്സ്റ്റ് വീഡിയോ.